അങ്ങനെ നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം മലയാളികൾ ഒന്നാകെ ലോക സിനിമ ആസ്വാദകരൊന്നാകെ കാത്തിരുന്ന ചിത്രം നമ്മുടെ ലാലേട്ടൻ പൃഥ്വി കൂട്ടുകെട്ടിലൊരുങ്ങിയ എമ്പുരാൻ ആദ്യ ഷോ പിന്നിട്ടിരിക്കുന്നു. വേറെ ലെവൽ മേക്കിംഗ് എന്നും ഷുവർ ഷോട്ട് ഇൻഡസ്ട്രി ഹിറ്റുമെന്നുമൊക്കെയാണ് പുറത്തുവരുന്ന പ്രതികരണങ്ങൾ. പ്രത്യേകിച്ചും ഹോളിവുഡ് ലെവൽ മേക്കിംഗ് ആണെന്നും, അതായത് ഇന്നോളം മലയാള സിനിമയിൽ കണ്ടിട്ടില്ലാത്ത പ്രൊഡക്ഷൻ ക്വാളിറ്റിയാണ് സിനിമയ്ക്കുള്ളതെന്നും ആരാധകർ പറയുന്നു. മോഹൻലാലിന്റെ ഇൻട്രോ ശരിക്കും തിയേറ്ററിനെ ആവേശക്കടലാഴ്ത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. ചിത്രത്തിലെ എബ്രാം ഖുറേഷിയുടെ ഗെറ്റപ്പായ കറുത്ത വസ്ത്രമണിഞ്ഞാണ് ആരാധകർ തിയേറ്ററുകളിലേക്ക് ആർപ്പുവിളിയുമായി എത്തിയത്. കൊച്ചിയിൽ 6 മണിക്ക് തുടങ്ങിയ ഫാൻ ഷോയിൽ ആരാധകർക്കൊപ്പം മോഹൻലാലും പൃഥ്വിരാജ്, ടൊവിനോയും മഞ്ജു വാര്യരും അടങ്ങുന്ന ചിത്രത്തിലെ താരനിരയും സിനിമ കാണാനെത്തി. ഇന്ന് രാവിലെ 6 മണിക്കാണ് ഫാൻ ഷോ ആരംഭിച്ചത്. ആഗോള റിലീസായി എത്തിയ ചിത്രത്തിന് ഗംഭീര വരവേൽപ്പ് ലഭിക്കുന്നുവെന്നതാണ് ഏറ്റവും സന്തോഷമേകുന്ന കാര്യം. ആദ്യ ഷോ തുടങ്ങും മുൻപ് തന്നെ ആരാധകർ അക്ഷരാർത്ഥത്തിൽ തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കിയെന്ന് വേണം പറയാൻ. ബാൻഡ് മേളവും ചെണ്ടകൊട്ടും കാവടിയുമൊക്കെയായി ഉത്സവ പ്രതീതിയിലായിരുന്നു തിയേറ്ററുകൾ. രാവിലെ 6-ന് ആദ്യ പ്രദർശനം കാണാൻ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകൾക്ക് മുന്നിൽ വൻ ജനാവലിയായിരുന്നു. കേരളത്തിൽ മാത്രം 746 സ്ക്രീനുകളിലായി 4500-ലധികം ഷോകളുണ്ട്. തിരക്ക് നിയന്ത്രിക്കാൻ പ്രത്യേക സുരക്ഷയൊരുക്കി പോലീസും രംഗത്തുണ്ട്. അഡ്വാൻസ് ബുക്കിങ്ങിലൂടെയും എമ്പുരാൻ ആദ്യ ദിനം 50 കോടി ക്ലബിലെത്തി. ഇതാദ്യമായാണ് ഒരു മലയാള ചിത്രം ഈ നേട്ടം കൈവരിക്കുന്നത്. ആദ്യ വീക്കെൻഡിലെ ഗ്ലോബൽ കളക്ഷൻ 80 കോടി കടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ചിത്രത്തിന്റെ മലയാളം പതിപ്പിനാണ് കൂടുതൽ അഡ്വാൻസ് ബുക്കിംഗ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് കണക്കുകൾ. 4 അന്യഭാഷകളിൽ ചൊവ്വാഴ്ചയാണ് സെൻസർ നടപടികൾ പൂർത്തിയായത്. മലയാളം കണ്ട വലിയ ബ്രഹ്മാണ്ഡ റിലീസിനാണ് സിനിമാ പ്രേമികൾ ഇതോടെ സാക്ഷ്യം വഹിച്ചത്. ആശീർവാദ് സിനിമാസ്, ലൈക്ക പ്രൊഡക്ഷൻസ്, ശ്രീ ഗോകുലം മൂവീസ് എന്നിവയുടെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ, സുഭാസ്കരൻ, ഗോകുലം ഗോപാലൻ എന്നിവർ ചേർന്നാണ് സിനിമ ഈ ഡിസ്ട്രിബ്യൂഷനും മറ്റു കാര്യങ്ങളുമൊക്കെ നടത്തിയിട്ടുള്ളത്. എമ്പുരാൻ ബംഗളൂരുവിൽ 1350 സ്ക്രീനുകളിലാണ് റിലീസ് ചെയ്യുന്നത്. UAE-യിലും ജർമ്മനിയിലും റിലീസുണ്ട്. ഏറെ തടസ്സങ്ങൾ അതിജീവിച്ചാണ് ഷൂട്ടിംഗ് പൂർത്തിയാക്കിയതെന്നും 500ഓളം പേരുള്ള ഷൂട്ടിംഗ് സംഘത്തെ ലേ ലഡാക്കിൽ എത്തിക്കേണ്ട അവസ്ഥയുണ്ടായെന്നും മോഹൻലാൽ പറഞ്ഞിരുന്നു. സിനിമയ്ക്ക് വലിയ സ്വീകാര്യത ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് നടനും സംവിധായകനുമായ പൃഥ്വിരാജും അഭിപ്രായപ്പെട്ടു. ലോകവ്യാപകമായി റിലീസിനെത്തുന്ന ചിത്രത്തിന് ആദ്യ ദിനം വൻ ടിക്കറ്റ് വിൽപ്പനയാണ് നടന്നത്. പല തിയേറ്ററുകളിലും അധിക പ്രദർശനവും നടത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ തിയേറ്ററുകളിലെ ക്രമസമാധാന പ്രശ്നങ്ങൾ മുന്നിൽ കണ്ട് സുരക്ഷയും ശക്തമാണ്. എമ്പുരാൻ റിലീസിനോടനുബന്ധിച്ച് ബുധനാഴ്ച രാത്രി മുതൽ തന്നെ പല തിയേറ്ററുകളിലും ആരാധകരുടെ ആഘോഷ പരിപാടികളും ആരംഭിച്ചിരുന്നു. വ്യാഴാഴ്ച രാവിലെ 6 മണിവരെ പലയിടത്തും ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ തുടർന്നു. പല സ്ക്രീനുകളിലും ഒരു ദിവസം മാത്രം ഒട്ടേറെ ഷോകളാണ് എമ്പുരാന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. മോഹൻലാൽ, പൃഥ്വിരാജ്, ടൊവിനോയ്ക്കുമൊപ്പം ആരാധകർ കൂട്ടമായി റിലീസിംഗ് കേന്ദ്രങ്ങളിൽ എത്തുമെന്ന് അറിഞ്ഞതോടെ അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന കണക്ക് കൂട്ടലിൽ വൻ പോലീസ് സുരക്ഷ ഒരുക്കിയിരുന്നു. മുൻപ് ഹൈദരാബാദിൽ പുഷ്പ 2 റിലീസിനിടെ ആരാധകരുടെ ആവേശം അതിരുവിടുകയും തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ഒരാൾ മരണപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലായിരുന്നു ഇത്തരമൊരു തീരുമാനം. അത്തരം സംഭവങ്ങൾ കേരളത്തിലും ആവർത്തിക്കാതിരിക്കാനായിരുന്നു പോലീസിന്റെ ഈ മുന്നൊരുക്കം. ഇതാദ്യമായാണ് ഒരു മലയാള ചിത്രം ആഗോളതലത്തിൽ ഇത്രയേറെ പ്രതീക്ഷയർപ്പിക്കപ്പെടുന്ന മലയാള ചിത്രമായി മാറുന്നത്. മുരളി ഗോപി രചിച്ച ഈ ചിത്രം മലയാള സിനിമയുടെ ചരിത്രത്തിലെ ആദ്യ IMAX റിലീസായി എത്തുന്ന ചിത്രം കൂടിയാണ്. മാർച്ച് 27-ന് ആഗോള റിലീസായി എത്തിയ ചിത്രം, അതായത് ഇന്നേ ദിവസം ആഗോള റിലീസായി എത്തിയ ചിത്രം റിലീസിന് മുൻപേ ഇന്ത്യൻ സിനിമയിൽ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചുവെന്നുള്ളതും മറ്റൊരു ചരിത്ര നേട്ടം തന്നെയാണ്. ഇതിനോടകം ബുക്ക് മൈ ഷോയിൽ നിന്ന് മാത്രം 10 ലക്ഷത്തിൽ കൂടുതൽ ടിക്കറ്റുകൾ വിറ്റുപോയി. ഈ ചിത്രം മലയാള സിനിമയിലെ എല്ലാ ഓപ്പണിംഗ് റെക്കോർഡുകളും അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ തന്നെ തകർത്ത് കളഞ്ഞു. ശ്രീ ഗോകുലം മൂവീസ്, ആശീർവാദ് സിനിമാസ്, ലൈക്ക പ്രൊഡക്ഷൻസ് എന്നിവയുടെ ബാനറിൽ ഗോകുലം ഗോപാലൻ, ആന്റണി പെരുമ്പാവൂർ, സുഭാസ്കരൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ തമിഴ്നാട് ഡിസ്ട്രിബ്യൂഷൻ ശ്രീ ഗോകുലം ഗോപാലന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീ ഗോകുലം മൂവീസ് ആണ്. ദിൽ രാജുവിന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീ വെങ്കടേശ്വര ക്രിയേഷൻസ് ആണ് ചിത്രം ആന്ധ്ര, തെലങ്കാന സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുന്നത്. അതേസമയം അനിൽ തടാനി നേതൃത്വം നൽകുന്ന AA ഫിലിംസ് ആണ് ചിത്രം നോർത്ത് ഇന്ത്യയിൽ എത്തിക്കുന്നത്. കർണാടകയിലെ ഡിസ്ട്രിബ്യൂഷൻ പാർട്ണർ കന്നഡയിലെ തന്നെ വമ്പൻ സിനിമാ നിർമ്മാണ വിതരണ കമ്പനിയായ ഹോംബാലെ ഫിലിംസ് ആണ്. ഇതിനോടകം 60 കോടി രൂപയ്ക്ക് മുകളിൽ ചിത്രം പ്രീ സെയിൽസായി ആഗോള തലത്തിൽ നേടിക്കഴിഞ്ഞു. മോഹൻലാൽ നായകനായി അഭിനയിക്കുന്ന ചിത്രത്തിൽ പൃഥ്വിരാജ്, മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, ഇന്ദ്രജിത് സുകുമാരൻ, സുരാജ് വെഞ്ഞാറമൂട്, ജെറോം ഫ്ലിൻ, ബൈജു, സായ്കുമാർ, ആൻഡ്രിയ ടിവാറ്റർ, അഭിമന്യു സിംഗ്, സാനിയ അയ്യപ്പൻ,
ഫാസിൽ, സച്ചിൻ ഖഡ്കർ, നൈല ഉഷ, ജിജു ജോൺ, നന്ദു, മുരുകൻ മാർട്ടിൻ, ശിവജി ഗുരുവായൂർ, മണിക്കുട്ടൻ, അനീഷ് ജി മേനോൻ, ശിവദ, അലക്സ് ഒനീൽ, എറിക് കെബണി, കാർത്തികേയ ദേവ്, മിഹയേൽ നോവിക്കോവ്, കിഷോർ, സുഗാന്ത്, ബക്സാദ് ഖാൻ, നിഖാത് ഖാൻ, സത്യജിത് ശർമ്മ, നയൻ ഭട്ട്, ശുഭാംഗി, ജസ് ജോസ് എന്നിവരാണ് മറ്റു താരങ്ങൾ. ലൂസിഫറിന്റെ ദൈർഘ്യം 2 മണിക്കൂർ 52 മിനിറ്റ് ആയിരുന്നെങ്കിൽ എമ്പുരാന്റെ ദൈർഘ്യം 2 മണിക്കൂറും 59 മിനിറ്റും 59 സെക്കൻഡുമാണ്. മലയാളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ബ്രഹ്മാണ്ഡ റിലീസിനാണ് സിനിമാ പ്രേമികൾ ഇതോടെ സാക്ഷ്യം വഹിച്ചത്. ലോകം മുഴുവനുള്ള സിനിമാ പ്രേമികൾ അത്യധികം ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രം പ്രേക്ഷക സ്വീകാര്യതയിലും ആഗോള കളക്ഷനിലും ചരിത്രം സൃഷ്ടിക്കുമെന്നതാണ് വിലയിരുത്തൽ. അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ ആദ്യ ദിനം തന്നെ എമ്പുരാൻ 50 കോടി ക്ലബിൽ എത്തിയിരുന്നു. ഇതാദ്യമായാണ് ഒരു മലയാള ചിത്രം ഇത്തരമൊരു സുവർണ നേട്ടം സ്വന്തമാക്കുന്നതും. എന്തായാലും എമ്പുരാൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഹൈപ്പിന് ഒട്ടും കോട്ടം തട്ടാതെയുള്ള ഗംഭീര സിനിമ തന്നെയാണ് പൃഥ്വിരാജ് ഒരുക്കിയെന്നതാണ് സിനിമ കണ്ട പ്രേക്ഷകർക്ക് പറയാനുള്ളത്. മലയാളത്തിൽ നിന്നുള്ള 200 കോടി ചിത്രമായി ഉറപ്പായും അല്ലെങ്കിൽ അതിലും മുകളിലുള്ള കളക്ഷൻ എമ്പുരാൻ നേടുമെന്നാണ് പ്രവചനങ്ങൾ. ചിത്രത്തിന്റെ ടീസറിനും പ്രമോഷൻ പരിപാടികൾക്കും സോഷ്യൽ മീഡിയയിൽ മുൻപെങ്ങുമില്ലാത്ത സ്വീകാര്യതയായിരുന്നു ലഭിച്ചത്. അതേസമയം എമ്പുരാന്റെ വിജയത്തിന് ആശംസകൾ അറിയിച്ച് മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയും രംഗത്തെത്തി. എമ്പുരാൻ ചരിത്ര വിജയമായി മാറട്ടെ എന്നാണ് മമ്മൂട്ടി ഫേസ്ബുക്കിൽ കുറിച്ചത്. മലയാള സിനിമാ മേഖലയുടെ എല്ലാ അതിർവരമ്പുകളും കടക്കുന്ന എമ്പുരാൻ മലയാള സിനിമാ വ്യവസായത്തിന് അഭിമാനമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എമ്പുരാന്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രിയപ്പെട്ട ലാലിനും പൃഥ്വിക്കും ആശംസകളെന്നും മമ്മൂട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു. എന്തായാലും എമ്പുരാൻ കത്തിക്കയറട്ടെ, മലയാള സിനിമയെ രക്ഷിക്കാൻ അവതരിച്ച മിഷിഹായായി ചിത്രം മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.